വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ കേൾക്കാനിടയായി. കേവലം 48 വയസ്സ് മാത്രമുള്ള ഒരു മനുഷ്യൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും സർജറി ചെയ്യാൻ കാലതാമസം അനുഭവപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായതും എന്ത് സാഹചര്യമാണ് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത് ആരോഗ്യ മേഖലയിൽ എന്നതും നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 2015-16 മുതൽ ആരോഗ്യരംഗം പാടെ തകരുകയാണ്. ദേശീയ തലത്തിൽ നിന്ന് ആരോഗ്യ വകുപ്പിലേക്ക് കേരളത്തിലേക്ക് ആയുഷ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊടുക്കുന്ന മുഴുവൻ പ്രൊജക്ടുകൾക്കും അനുമതി കിട്ടിക്കൊണ്ടിരിക്കെ അലോപ്പതിയെയും ഹോമിയോപ്പതിയും അതുപോലെ തന്നെ ആയുർവേദത്തിനും അർഹമായിട്ടുള്ള അംഗീകാരം കൊടുക്കാൻ വേണ്ടി ക്യാബിനറ്റ് മിനിസ്റ്റർ വിവിധ സംസ്ഥാനത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിമാരുമായി ഓൺലൈനായും ഓഫ്ലൈനായും നിരവധിയായിട്ടുള്ള മീറ്റിംഗുകൾ നടത്തുകയും പ്രൊജക്ടുകളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യുകയും വേണം എന്ന് പറഞ്ഞതിന് ശേഷവും 2015-16 മുതൽ നമ്മൾ രോഗികൾ എത്ര പേർ അഡ്മിറ്റായി, എത്ര മേജർ സർജറികൾ നമ്മുടെ നാട്ടിൽ നടന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു കണക്ക് ദേശീയ തലത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ 2015-16 നമ്മുടെ നാട്ടിൽ 15 ലക്ഷം രോഗികൾ അഡ്മിറ്റ് ആവുകയും മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അഡ്മിറ്റ് ആവുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സർജറികൾ നടത്തിക്കൊടുക്കുകയും ചെയ്ത ഈ കേരളത്തിൽ 2023-24 ആയപ്പോൾ 7.5 ലക്ഷം സർജറികളായി പാവപ്പെട്ടവരുടെ സർജറികൾ ചുരുങ്ങിയിരിക്കുകയാണ്. 2023-24 7.5 ലക്ഷത്തോളമായി സർജറികൾ മെഡിക്കൽ കോളേജുകളിൽ ചുരുക്കപ്പെട്ടിരിക്കുകയാണ്. ദുഃഖകരമെന്ന് പറയട്ടെ, വീണ്ടും വേറൊരു കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ജനസംഖ്യയിലും കുറവില്ല. അപ്പോ ജനസംഖ്യയിൽ കുറവ് വന്നതുകൊണ്ടല്ല, രോഗം മാറിയതുകൊണ്ടല്ല, ആരോഗ്യ മേഖല ദൃഢമായതുകൊണ്ടല്ല, മനുഷ്യർക്ക് മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അഡ്മിറ്റ് ആവാനും ക്രിട്ടിക്കൽ എക്യുപ്മെന്റ്സുകൾ ഉപയോഗപ്പെടുത്താനും മേജർ സർജറികൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്ടർമാര് ആനുപാതികമായി ഇല്ലാത്തതുകൊണ്ടും നഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന നല്ല മിടുക്കുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടും അവർക്ക് സർക്കാർ ആശുപത്രികളിലെ വേക്കൻസികൾ നികത്തിക്കൊടുക്കാതെയും ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്നത്, സാധാരണക്കാരൻ അഭിമുഖീകരിക്കുന്നത് കടുത്ത ക്രൂരതയാണ്, കടുത്ത വിവേചനമാണ്. ഇവിടെ 2017-18 തന്നെ 15 ലക്ഷം രോഗികളിൽ തീവ്രമായിട്ടുള്ള അസുഖം ബാധിച്ചുകൊണ്ട് 1.3 ലക്ഷം മേജർ സർജറികൾ നമ്മുടെ നാട്ടിൽ നടക്കുകയുണ്ടായി. അത് 2023-24 ആയപ്പോൾ മേജർ സർജറികളുടെ എണ്ണം 89,000 ചുരുങ്ങി. ജില്ലാ ആശുപത്രിയിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോകൂ എന്ന് പറയുന്നത്. എന്നാൽ ജില്ലാ ആശുപത്രികളിലെ സംവിധാനത്തെ ഉയർത്താനോ അവിടെ എല്ലാ വിഭാഗത്തിനും ഡോക്ടറെ നിയമിക്കാനോ ആവശ്യത്തിന് നഴ്സുമാരെ വെക്കാനോ ആവശ്യമായ മെഡിസിൻ സംവിധാനം ഏർപ്പെടുത്താനോ ഒന്നും തയ്യാറാകാതെ കേരളത്തിന്റെ ആരോഗ്യരംഗം മലീമസമാക്കുകയാണ് ഈ ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ ഇന്ന് നമ്മൾ കാണുന്നത്. നോക്കൂ, ഇവിടെ സെൻട്രലിന്റെ ഒരു കണക്ക് പുറത്തു വന്നിരിക്കുകയാണ്. ആ കണക്കിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നാഷണൽ സാമ്പിൾ സർവേ പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു വ്യക്തിയുടെ ചികിത്സയുടെ സ്വകാര്യ ചെലവ് എന്ന് പറയുന്നത് 8,000 രൂപ മുതൽ 10,000 രൂപ വരെയാണ്. അപ്പൊ 8,000 രൂപ മുതൽ 10,000 രൂപ വരെ നമ്മുടെ സ്വകാര്യ ചികിത്സാ ചെലവ് വർദ്ധിതമാവുകയും
എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ 4000 മുതൽ 5000 വരെ സ്വകാര്യ ചികിത്സാ ചെലവ് നിലനിൽക്കുകയും ചെയ്യുമ്പോൾ എത്ര കണ്ട് കൂടുതൽ കേരളത്തിലെ ആരോഗ്യ മേഖല പരിപോഷിക്കപ്പെടണം എന്നതിനെ കുറിച്ച് കൃത്യമായി പൊതുസമൂഹത്തിനോട് ഉത്തരം പറയേണ്ട ബാധ്യത കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഞാൻ എത്രയോ പത്രസമ്മേളനങ്ങളിൽ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ അപേക്ഷിക്കുകയുണ്ടായി. ഇവിടത്തെ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ്, തൃശൂരിലെ മെഡിക്കൽ കോളേജ്, ഇവിടെയെല്ലാം ഒരു MRI സ്കാൻ നടക്കുന്നുണ്ടോ? രോഗിയോട് പറയുന്നത്, നിങ്ങൾ MRI സ്കാൻ എടുത്ത് പുറത്തുനിന്ന് വരികയാണെങ്കിൽ നിങ്ങളുടെ രോഗം എന്താണ് എന്ന് ചികിത്സിച്ച് ഞങ്ങൾ ബോധ്യപ്പെടുത്താം എന്ന് പറയുന്ന ഡോക്ടർമാർ 3 മാസവും 4 മാസവും ഒരു അസുഖബാധിതൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൽ, സർജറി ചെയ്താൽ അതിന് പ്രത്യേകമായിട്ടുള്ള ലബോറട്ടറി, അതായത് ഇതിന്റെ സംവിധാനമുണ്ട്, വെന്റിലേറ്റർ സംവിധാനം. ആ വെന്റിലേറ്റർ സംവിധാനം ഇല്ലാത്തതിന്റെ പേരിൽ 100 കണക്കിന് വരുന്ന രോഗികളെ തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് നിങ്ങൾക്ക് സംവിധാനം ഒരുക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞയക്കുകയാണ്. ലാബ് ആണെങ്കിലോ ഒരു പാവപ്പെട്ട അമ്മ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട സഹോദരി, ഒരു വ്യക്തി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവിടെ ഇവിടെ തിരുവനന്തപുരത്ത് ഞാൻ കണ്ടതാണ്, നേരിൽ കാണാൻ സാധിച്ച ദയനീയമായിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്, പുലർച്ചെ 3 മണിക്ക് ചില ലാബുകൾ തുറന്നു വെക്കും പുറത്ത്. അപ്പൊ മെഡിക്കൽ കോളേജിന്റെ പുറത്ത് പുലർച്ചെ 3 മണിക്ക് ലാബ് തുറന്നു വെക്കുമ്പോൾ അസുഖബാധിതനായിട്ടുള്ള മകനെയോ ഭർത്താവിനെയോ അവിടെ നിർത്തിക്കൊണ്ട് പാവപ്പെട്ട സ്ത്രീ പരക്കം പായുകയാണ് ലബോറട്ടറി സംവിധാനത്തിന് വേണ്ടിയിട്ട്. അപ്പൊ പാവപ്പെട്ടവന്റെ ദാരിദ്ര്യം മാറ്റാൻ പരിശ്രമിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാൻ സാധിക്കാത്തതിന്റെ കാരണം നിങ്ങൾ സ്വകാര്യ ആശുപത്രി മുതലാളിമാരെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ പിൻവാതിൽ നിയമനം നടത്തുന്നത് പോലെ ഈ സർജറികളും മേജർ സർജറികളും അതുപോലെ തന്നെ പാവപ്പെട്ടവനെയും എങ്ങനെയെങ്കിലും കിടപ്പാടം വിറ്റിട്ടാണെങ്കിലും കുഴപ്പമില്ല എന്ന് കരുതിക്കൊണ്ട് കയ്യിൽ ഒന്നുമില്ലാത്തവൻ എന്തു ചെയ്യണം? മരണത്തിന് കീഴടങ്ങണം എന്നുള്ള സാഹചര്യത്തിലൂടെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ മുച്ചൂട് മുടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് പ്രമുഖമായ ഒരു പത്രത്തിൽ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതായത് ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത് 48 വയസ്സുകാരൻ, അദ്ദേഹത്തിന്റെ വോയിസ് റെക്കോർഡ് പുറത്തു വന്നു, അദ്ദേഹം മരണപ്പെട്ടു. ആ ദുരന്തം നമ്മുടെ മുന്നിൽ നിലനിൽക്കെ തന്നെ നമ്മള് മറ്റൊരു വാർത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ വാർത്ത എന്താണ്? ആ വാർത്ത എന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണയും ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലും ചേർന്ന് അടി നടക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്ത് വേണം? കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്തുകൊണ്ടാണ് ആരോഗ്യ വകുപ്പിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാൻ പണം ചെലവാക്കാത്തത്? ഇതിനർത്ഥം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണയ്ക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയല്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരമ്മ മകൾക്ക് കാവലിരിക്കാൻ, അസുഖബാധിതയായ മകൾക്ക് കാവലിരിക്കാൻ വേണ്ടി പോയപ്പോ ആശുപത്രി കെട്ടിടം തകർന്നു വീണ് ആ അമ്മ മരണപ്പെട്ടു. മന്ത്രിമാരെല്ലാവരും അവിടെ ഓടിക്കൂടി. അവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്തു. ഒരു വ്യക്തിയെ കൊലപ്പെടുത്തിയതിനു ശേഷം നഷ്ടപരിഹാരം കൊടുത്താൽ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ ജീവിതം നന്നാകുമോ എന്നുള്ള ചോദ്യം ഈ കേരളം മുഴുവൻ ചോദിക്കുകയാണ്. നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ആരോഗ്യ വകുപ്പിന്റെ മന്ത്രി എന്നുള്ള രീതിയിൽ ആ കസേരയിൽ ഇരിക്കാനുള്ള അവകാശം മന്ത്രി വീണയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരല്പം മാന്യതയുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത്. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണയെ തൽസ്ഥാനത്തു നിന്നും മാറ്റണം എന്നും ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തിൽ ആവശ്യപ്പെടുകയാണ്. നാഷണൽ സാമ്പിൾ സർവേ സ്വകാര്യ ചെലവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ ഡാറ്റ അല്ലല്ല, നാഷണൽ സാമ്പിൾ സർവേ സ്വകാര്യ ചെലവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു വ്യക്തിക്ക് എണ്ണം കുറഞ്ഞത് നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ കണക്കും നമ്മൾ എടുത്തിട്ടുണ്ട്, ദേശീയ തലത്തിലുള്ള കണക്കും നമ്മൾ എടുത്തിട്ടുണ്ട്.
അല്ല, അത് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ മറുപടി പറയട്ടെ. ഞാൻ ഈ പറഞ്ഞ കണക്കിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നിങ്ങൾ എത്ര സർജറികൾ പാവപ്പെട്ടവർക്ക് വേണ്ടി നടത്തി? എത്ര പേരെ നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു? എത്ര ആളുകൾ OP-യിൽ വന്നു? എത്ര പേർക്ക് സർജറി ആവശ്യമുണ്ടായിരുന്നു? ഈ കണക്ക് തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ടത് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. ഞങ്ങൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ST മോർച്ചയുടെ കമ്മിറ്റി നടത്തിയാണ്. കേരളം മുഴുവനുമുള്ള ST വിഭാഗത്തിൽപ്പെട്ട നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടുകയാണ്. അപ്പോ അതിദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനത്ത് ജീവിക്കാൻ ഗതിയില്ലാത്ത, ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാത്ത, സ്വന്തം കുഞ്ഞിനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ റോഡ് വഴികളില്ലാത്ത, ഏകാധ്യാപക പാഠശാലകളില്ലാത്ത, സർവശിക്ഷ അഭിയാൻ പദ്ധതിയിലേക്ക് കുഞ്ഞുങ്ങളെ ക്രോഡീകരിക്കാൻ സാധിക്കാത്ത, അവർ മനത്തിനകത്ത് ഒരു സൗകര്യവുമില്ലാതെ എന്തിന് പ്രസവം വരെ നടത്തുന്നത് നമ്മളെ കണ്ടു. മുളയിൽ കെട്ടിയിട്ട് ഒരു സഹോദരിയെ അങ്ങനെ മുളയിൽ കെട്ടിയിട്ടുള്ള തുണിയിൽ കിടത്തി കൊണ്ടുപോകുന്ന കാഴ്ച പോലും നമുക്ക് ഈ കേരളത്തിന്റെ മണ്ണിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു വയനാട്ടിലേക്ക് അപൂർവമായിട്ടുള്ള എല്ലാ രോഗങ്ങളും ചികിത്സിക്കാൻ സാധിക്കുന്ന നല്ല ഒരു മെഡിക്കൽ കോളേജ് കൊടുക്കാം എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടും 6 വർഷം കഴിഞ്ഞു, ഒരനക്കവുമില്ല. പാലക്കാടിൽ ഒരു മെഡിക്കൽ കോളേജ് കൊടുത്തു. ആ മെഡിക്കൽ കോളേജിലെ ജോലിക്കിരിക്കുന്ന ആളുകൾ, അതായത് അടിച്ചു വാരുന്ന ഒരു പാവപ്പെട്ട സ്വീപ്പർ തൊഴിൽ മുതൽ അവിടുത്തെ ഓരോ നിയമനങ്ങളും SC ST വിഭാഗക്കാരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം എന്ന് പറഞ്ഞതിന് ശേഷവും ആ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്താണ്? എത്ര കോടി രൂപയാണ് ലാബ്സ് ആക്കി കളയുന്നത്? ഇത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും ഇന്ന് വീടില്ലാത്തവരുടെ ഞങ്ങൾ ഒരു 10-25 ശ്രീമാൻ മുകുന്ദന്റെയും ശ്യാമന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു 25ഓളം സ്ഥലങ്ങളിൽ, കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു, 25ഓളം സ്ഥലങ്ങളിൽ ഞങ്ങൾ അവിടെ യാത്ര നടത്തിയപ്പോ 1 രൂപയ്ക്ക് കിട്ടുന്ന, കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പെൺകുട്ടികളുടെ ആർത്തവ സമയത്ത് ഉപയോഗിക്കാനുള്ള പാഡുകൾ പോലും പരിചിതമല്ലാത്ത അല്ലെങ്കിൽ കിട്ടാത്ത വൃത്തിഹീനമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന പെൺകുട്ടികൾ വരെ ഞങ്ങൾക്ക് ആ ഇടങ്ങളിലൊക്കെ കാണാൻ സാധിച്ചു. പറയേണ്ടി വരുന്നതിൽ അതികഠിനമായിട്ടുള്ള വേദനയുണ്ട്. സമൂഹം ഒരു കുടക്കീഴിലാവുകയാണ്. ലോകം മുഴുവൻ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഒരു കുടക്കീഴിൽ, ഒരു താവട്ടത്തിൽ നമുക്ക് ഏകീകരിക്കപ്പെടാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ടെക്നോളജിസ്റ്റുകൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പോയി ജോലി ചെയ്യുമ്പോൾ നമ്മുടെ സഹോദരിമാർ, നമ്മുടെ പെൺകുട്ടികൾ, അവർക്ക് ആവശ്യത്തിന് മരുന്നില്ലാതെ, ആവശ്യത്തിന് ശുചിത്വം അവർക്ക് ലഭ്യമാക്കി കൊടുക്കാൻ സാധിക്കാതെ, അവർക്ക് വെള്ളം കൊടുക്കാൻ സാധിക്കാതെ, ആ കാടുകളിൽ മനുഷ്യർ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞ കുറെ കാലങ്ങളിൽ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു 10-25 സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു. ഇന്നത്തെ മീറ്റിംഗിന് ശേഷം വീണ്ടും കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കളെ ഞങ്ങൾ കാണും. അന്ന് നിങ്ങൾക്ക് ചില ദൃശ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കൂടി ഞങ്ങൾക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഈ യോഗം ഇവിടെ തുടങ്ങുന്നത്. നമസ്കാരം.